ഇന്നത്തെ വീഡിയോയിലേ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വാഹനങ്ങൾ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് നാളായിട്ട് ഇല്ല ആളുകൾക്കൊക്കെ പരിചയമുള്ള വാഹനക്കാരോ. കാരണം ഒരുപാട് കാലമായിട്ടേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വാഹനങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ രണ്ട് മുതലുകളും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്. ഏറ്റവും ഹൈലൈറ്റ് ഈ രണ്ട് വണ്ടിൻ്റെയും നമ്പറുകളാണ്. ഒന്ന് 1, ഒന്ന് 5050, അതായത് KL 50A 5050. വണ്ടിൻ്റെ നമ്പർ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതേപോലെ തന്നെയാണ് വാഹനങ്ങളും. ഒന്ന് മെഴ്സിഡീസ് ബെൻസിൻ്റെ GL 350, ഒന്ന് ലാൻഡ് ക്രൂയിസർ പ്രാഡോ. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളാണ് കുറച്ച് മാസങ്ങളായിട്ട്, ഒരു വർഷമായിരിക്കും അഫീവാ, ഒരു വർഷമായിരിക്കും ഇപ്പോൾ പ്രാഡോ നമ്മളെത്തില്ലേ. ഒരു വർഷമായിട്ട് പ്രാഡോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ പിന്നെ GL-ഉം 5 മാസമായിട്ട് 5 മാസമായിട്ട് GL-ഉം ഉണ്ട്. പക്ഷേ GL ഈ വണ്ടി 5 മാസമായിട്ടുള്ളൂ. പക്ഷേ 2-3 വർഷമായിട്ട് ഫുൾ ടൈം നമ്മളെടുത്ത് GL 350 ഉണ്ട്. അത് മാത്രമാണ് നമ്മൾ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നല്ല വെയിലുണ്ടായിരുന്നു, വെയിലിപ്പോൾ ലേശം കമ്മിയുണ്ട്, കുട കൈമാറാം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുമ്പോഴേ ഈ രണ്ട് വണ്ടിനെ പറ്റി പരിചയപ്പെടുത്താം അല്ലേ. അപ്പോൾ ഈ ലാൻഡ് ക്രൂയിസർ പ്രാഡോ എടുത്തത് നമ്മൾ ഒറിജിനൽ ഷേപ്പിലാണ്, ഒരു മാറ്റം വരുത്തിയിട്ടില്ല. 2010 വന്ന് ഫേസ് ലിഫ്റ്റിൽ വന്ന ഒറിജിനൽ കേരള വണ്ടി. ഈ വണ്ടിനായിട്ട് എനിക്ക് ഒരുപാട് മുഹബത്തുള്ള വണ്ടിയാണ് അല്ലേ. അതായത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു 5000 കിലോമീറ്റർ ഒറ്റക്ക് നിൽക്കാതെ ഓടിച്ചു അല്ലേ. നിൽക്കാതെ ഓടിക്കാറ് രാത്രി കടന്നുറങ്ങും കേട്ടോ. പക്ഷെ ഉറക്കം എവിടെയായിരുന്നു? ഈ വണ്ടിയിൽ തന്നെ ആയിരുന്നു ഉറക്കമുണ്ടായിരുന്നു. അന്ന് ഞാൻ ഡൽഹി പോയപ്പോൾ വരെ കരുതിയിരുന്നത് ആ യാത്ര കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വിൽക്കണം എന്നാണ് കരുതിയത് അല്ലേ, വന്നിട്ട് കൊടുക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, നിങ്ങൾ ഉപയോഗിക്കാമെന്ന് എടുക്കും വണ്ടി പിന്നെ അത് കൊടുക്കും അല്ലേ. ഇവർക്കൊക്കെ അല്ലേ പരാതി അതാണ്. ഒരു വണ്ടി കച്ചവടക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള വലിയൊരു അവസരമാണ് ദൈവം നമുക്ക് തന്നിട്ടില്ലേ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വണ്ടി പോയി വന്നതിന് ശേഷം എനിക്ക് എന്ത് ചെയ്തില്ല, കൊടുക്കാനുള്ള മൂഡ് വന്നില്ല. ഇപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ഈ രണ്ട് വണ്ടിയും ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അല്ലേ. ഞാൻ ബാംഗ്ലൂർ പോയി മടങ്ങി വന്നപ്പോഴത്തേന് ഇവർ സേലത്ത് വേറൊരു ആവശ്യത്തിന് വന്ന് ഞങ്ങൾ ഈ രണ്ട് വണ്ടിയും നമ്മൾ പർപ്പസിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അല്ലേ. ലാൻഡ് ക്രൂയിസർ പ്രാഡോ. അപ്പോൾ ഈ രണ്ട് വണ്ടിയില്ലേ വിൽക്കണോ വിൽക്കണ്ടേ എന്നുള്ള മൈൻഡിലാണ്. അത് ഈ വീഡിയോ കഴിയുമ്പോഴത്തേന് നമ്മൾ പറയും അല്ലേ. ഒരു ലാൻഡ് ക്രൂയിസർ പ്രാഡോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അവർക്ക് പറയാൻ പറ്റും. കാരണം യൂസ് ചെയ്തു, ഒരു വർഷം ഉപയോഗിച്ചു, സർവീസുകൾ എടുത്തു, ഇതിൻ്റെ സുഖവും ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതേപോലെ തന്നെയാണ് GL-ഉം അല്ലേ. GL-ഉം GLS-ഉം അതെ. ഇപ്പം ഈ വണ്ടിൻ്റെ മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്നത് GLS ആയിരുന്നു, 2017 മോഡല്. അത് കുറഞ്ഞ ടൈം ഉപയോഗിച്ചിട്ടുള്ളൂ, അതിപ്പോൾ അഡ്വാൻസ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചില വാഹനങ്ങൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കൊണ്ടു നടക്കും. അപ്പോൾ ഈ വണ്ടിനെ പറ്റി നമുക്ക് പരിചയപ്പെടുത്താം. അതിൻ്റെ മുന്നേ അഫിനോടൊരു ചോദ്യം. ഈ രണ്ട് വണ്ടിയിൽ ഒരു വണ്ടി നമ്മൾ കൊടുക്കാൻ പോവാണ്, ഏത് കൊടുക്കണം ഏത് കൊടുക്കണ്ട? എൻ്റെ അഭിപ്രായത്തിൽ ഏതാ കൊടുക്കണ്ടത്? കൊടുക്കണ്ടാത്തത് പ്രാഡോ ആണ്. പ്രാഡോ. എനിക്ക് പ്രാഡോ കൊടുക്കേണ്ട താല്പര്യമില്ല. GL വേണമെങ്കിൽ നോക്കാന്നുള്ളൂ അല്ലേ. ഈ രണ്ട് വണ്ടി ഏകദേശം വില കൊണ്ടൊക്കെ സെയിമേക്കാണ് പുതിയ വണ്ടിക്ക് നോക്കുകയാണെങ്കിലും. പക്ഷെ പർപ്പസ് രണ്ട് കാറ്റഗറിയാണ്. രണ്ടും 8 സീറ്ററോ 7 സീറ്ററോ ഒക്കെ ആണെങ്കിലും യാത്രക്കും വിടാനും നമുക്ക് കിട്ടുന്ന കോൺഫിഡൻറ്റും ഒക്കെ വ്യത്യാസമാണ്. പക്ഷേ ഈ പ്രാഡോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മൈലേജ് അടിപൊളി മൈലേജാണ്. ഒരു 8 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും, വെയിൽ സ്ട്രോങ് ആയി. അപ്പോൾ പ്രാഡോൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് മൈലേജ് അല്ലേ. 4 സിലിണ്ടർ എഞ്ചിനാണ് ഒന്നാമത്, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് എനിക്ക് എന്തെന്നോ, ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഇപ്പുറത്ത് തന്നെ ആ ആൻഡ്രസ്റ്റിനുള്ളിൽ കൂൾ ബോക്സ്, അതായത് നമ്മൾ ഫ്രൂട്ട്സും വാട്ടറൊക്കെ വാങ്ങി അവിടെ വെച്ചാൽ അതേപോലെ അവിടെ ഉണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കട്ടറില്ല റോഡ് കണ്ടു, ചളിയില്ല റോഡ് കണ്ടു, കുറച്ച് മല കണ്ടു, എവിടെ പേടിക്കണ്ട, ടെൻഷനില്ല. GL-ഉം അതേ കാറ്റഗറി ആണ്, പക്ഷെ അത് കുറച്ച് പേടിക്കണം, കുറച്ച് പൈസ ചിലവാകും. ഇപ്പോൾ ഈ വണ്ടി സർവീസ് കഴിഞ്ഞ് വന്നപ്പോൾ എത്ര രൂപ ബില്ലായി? ടോട്ടലി നമുക്ക് ടയർ അടക്കം കോസ്റ്റ് ഏകദേശം 9 ലക്ഷം രൂപേൻ്റെ അടുത്ത് ടോട്ടലി കോസ്റ്റ്. അതാണ്. ഇത് ഉപയോഗിച്ചാൽ മാത്രം പോരാ, ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പണിയാണ്, നല്ല ചിലവ് വരും അല്ലേ. പക്ഷെ ഇത് അതിലാറ് നമ്മൾ അടിപൊളിയായിട്ട് ഉപയോഗിച്ചിട്ട് ഇതിന് ഇത്ര പൈസ ചിലവായിട്ടില്ല. നമുക്ക് ഷോറൂം സർവീസ് ഇപ്പോൾ 2,10,000 സർവീസ് ഷോറൂമിൽ നിന്ന് ചെയ്തു. അതിന് നമുക്ക് ആകെ ഇപ്പോൾ ടൊയോട്ടയിൽ നിന്ന് ചെയ്തിറങ്ങിയ സർവീസ് കോസ്റ്റ് ആയത് 18,000 രൂപയാണ്. 18,000 രൂപയാണ് 2,10,000 സർവീസിന് വന്നത്.
നേരെ മറിച്ച് ഇവനിപ്പോൾ ഞങ്ങൾ 9 ലക്ഷം രൂപേൻ്റെ സർവീസ് കഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ നിർത്തുന്നത്. ഈ 9 ലക്ഷത്തിൻ്റെ സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഓടിയത് ഇപ്പോൾ ഈ സേലത്തേക്കാണ്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് കംപ്ലീറ്റ് സാധനങ്ങൾ 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. ഈ 1.5 ലക്ഷം കിലോമീറ്റർ ഓടുന്ന സമയത്ത് എന്തെല്ലാം ഒരു വണ്ടിയിൽ മാറാനുണ്ടോ അത് കംപ്ലീറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്തു. 4 എയർമാറ്റിക്, അതാണ് ഇപ്പോൾ GLS കാര്യമായിട്ട് കംപ്ലൈന്റ് അത് 4 നമ്മൾ മാറി. പിന്നെ AC കംപ്രസർ, ആമുകൾ, അതായത് ബുഷുകളെല്ലാം നമ്മൾ മാറിക്കണം. ലോർ ആം സെറ്റ് കംപ്ലീറ്റ് എല്ലാ സാധനം മാറി. അപ്പോൾ ഇത് നിങ്ങൾ എഴുതുന്നുണ്ടാവും 9 ലക്ഷം രൂപേൻ്റെ സർവീസോ അല്ലേ? ശരിക്കും ഇന്നോവ ക്രിസ്റ്റ വാങ്ങുന്ന പൈസ എന്ത് ചെയ്തു? നമ്മളിത് ചിലവാക്കി. അപ്പോൾ നമുക്ക് ചിലവാക്കിയാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? 1.5 കോടി റുപ്യ കൊടുത്ത് വാങ്ങുന്ന വണ്ടിൻ്റെ അതേ കംഫർട്ട് ഇപ്പോഴും നമുക്ക് ഇതിൽ കിട്ടുകയാണ്. അതായത് പുതിയ വീലും പുതിയ ടയറും. ഇത് നമ്മളെ സഫാരി കാർസ് എഡിഷൻ്റെ അലോയ് വീലാണ്. GL ചെയ്തു, ഈ സെയിം GL ചെയ്തു അല്ലേ? ഒരു 6-7 വണ്ടിക്കോളം ഇപ്പോൾ നമ്മൾ ഈ സെയിം അലോയ് വീലും ടയറും തന്നെ ഇട്ടുകൊടുത്തു. ഈ അലോയ് വീലും ടയറും എത്ര രൂപ വരുന്നുണ്ട്? നമുക്ക് ഏകദേശം 1,85,000 രൂപ നമുക്കിത് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് അസിമോട് ചോദിക്കണം എന്താണോ, കംപ്ലീറ്റ് ഇതിന്റെ പിന്നാലെ നടന്നാണ്ട് കംപ്ലീറ്റ് റെഡി ആക്കിയത്. ഈ വീൽ സ്റ്റോക്ക് ഉണ്ടായില്ല, ഇത് നമ്മൾ ഓർഡർ ചെയ്ത് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് നാട്ടിൽ ഈ സാധനം കയ്യിൽ കിട്ടിയത്. ഇപ്പൊ നിങ്ങൾ ഈ വണ്ടി കണ്ട ഒരു പുതുപുത്തൻ വണ്ടിന്റെ ലുക്കാണ്. നിങ്ങൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ സാധാ GL-ന്റെ കംപ്ലീറ്റ് അന്ന് ഇറങ്ങിയ AMG-യുടെ അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് 1.25 കോടിക്ക് ഏകദേശം GL ഇറങ്ങുമ്പോൾ 2-2.25 കോടി രൂപ വില ഉണ്ട്. GL63 AMG പറഞ്ഞ വേരിയന്റിന്. ഇത് ഈ വണ്ടി കണ്ട GL63 AMG-ന്റെ കിറ്റാണ് കംപ്ലീറ്റ് ഉള്ളത്. ഇതിന്റെ ബാക്കിൽ വരെ GL63. ഇനി വേറെ ഒന്നുണ്ട്, അതായത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിന്റെ മറ്റു വീൽ ആദ്യം ഉണ്ടായിരുന്നു, AMG-യുടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇതിന്റെ നമ്പർ 1 നമ്പറാണ് അല്ലേ? നമ്പർ പ്ലേറ്റ് എടുത്തോണ്ട് ഇതേ ഈ നമ്പർ കണ്ട ആരും ഒന്ന് നോക്കി പോകട്ടോ. ഇതാണ് ഈ വണ്ടിന്റെ ഏറ്റവും വലിയ ഷോ. ലാഫിയെ പോണ പോക്കിൽ ആരും ഒന്ന് നോക്കി പോകും നമ്പർ. പക്ഷേ ഈ നമ്പർ നമുക്ക് ലീഗലല്ല അല്ലേ? ഇത് വെച്ചാൽ ഫൈൻ കിട്ടും, ഇതിനും ഫൈൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നേ 500 രൂപ ഫൈൻ അടച്ചു. കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർക്ക് ഇതേറ്റ പോയിന്ന് പറഞ്ഞല്ലോ, ആ ബില്ല് ഇതിലുണ്ട്, ഇതാ കിടക്കണ്. അതായത് ഈ നമ്പർ ബോർഡിനെ ഫൈൻ കിട്ടി. നേരെ പോലീസുകാരും കൈകെട്ടി പിന്നെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. നേരെ 500 രൂപ ഫൈൻ അടച്ചു. ഡേറ്റ് ഇതിലുണ്ടാവുമല്ലോ, ഇതാ 7/11/2025 500 രൂപ ഫൈൻ അടച്ചു. അതെ, ഇനിയൊന്നു ഇങ്ങനെ നമ്പർ എന്ത് ചെയ്യാൻ പറ്റില്ല, വെക്കാൻ പാടില്ല. ഇങ്ങനെ നമ്പർ എന്ത് ചെയ്യാൻ പാടില്ല, വെക്കാൻ പാടില്ല. എങ്ങനെ വെക്കേണ്ടത്? ഇങ്ങനെ വെക്കേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. പുതിയത് വെക്കണം കേട്ടോ, ഇത് കുറച്ച് പഴയതാണ്. അപ്പോൾ 0001 വെക്കേണ്ടത്. ഒരു റിക്വസ്റ്റ് അല്ലേ കേരള ഗവൺമെൻറ്റിനോട്, എങ്ങനെയും ഈ 0 ഒഴിവാക്കിയിട്ട് 1 ഇടാനൊരു സംവിധാനം. കാരണം ഈ നമ്പറിനെ അന്ന് എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? ഏകദേശം നമുക്കിട്ടൊരു നോളേജ് വെച്ചാൽ ഏകദേശം രൂപന്റെ മേലെ. കാരണം തൃശ്ശൂരാണ്. KL8-ൽ 2014 എല്ലാവരും 1 ലേലം വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലവായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നല്ലൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങണ നമ്പറാണ് ഈ ഒന്ന്. പ്രത്യേകിച്ച് തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു RTO ഓഫീസിൽ നമുക്ക് അങ്ങനെ നമ്പർ കിട്ടണമെങ്കിൽ പണിയാണ്. കാരണം എല്ലാ രാജാക്കന്മാരും RTO ആണ്, വലിയൊരു ഏരിയ അല്ലേ, വലിയൊരു ഏരിയയാണ്. അതേപോലെ ഈ നമ്പറും ഫാൻസി ആട്ടോ. അപ്പോൾ ഇതും നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നമ്പർ. കാരണം ഈ വണ്ടിയിലാണെങ്കിലും നമ്മൾ എവിടെ സൈഡാക്കിയാലും നമ്മളെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വണ്ടി സൈഡാക്കിയിട്ട് നമ്മളെ കാണാൻ വരലുണ്ട്. ചിലപ്പോൾ ഞാനല്ല തെറ്റി പോകണമെന്നുണ്ടെങ്കിലും എനിക്ക് വിളി വരലുണ്ട് അല്ലേ? അപ്പോൾ എവിടെ പോയാലും നമുക്ക് അഡ്രസ്സില്ല 2 വണ്ടികളാണ് ഈ 2 വണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 9 ലക്ഷം രൂപ ചിലവാക്കി വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കരുതുണ്ടാവും. അപ്പോൾ അതാണ് വിശദീകരിച്ചുകൊണ്ട് ബില്ലുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് AMG കിറ്റ് ചെയ്ത വണ്ടിയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്താണ് നോക്കേണ്ടത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാലേ, ഈ വണ്ടിക്ക് പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്, പക്ഷേ 3 റൂഫ് വരും. ഏറ്റവും ബാക്കിലും 3 റൂഫ് വരും. 3 റൂഫ് വരും. കാരണം ചില GL-ന് 2 വരാറുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ട് പറയും, ഒരു പുത്തൻ വണ്ടിൻ്റെ അതേ ഫീലേക്കാരം. അത് നമ്മൾ അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് വണ്ടിൻ്റെ ഉള്ളിൽ തുള്ളി പൊടി ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ അത്രത്തോളം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചതും. ഇപ്പോൾ രണ്ടാമത് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റിയറിങ്ങിൽ റാപ്പിങ്ങൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് വാഷം കൊണ്ട് നിങ്ങളെ കാണിക്കാട്ടോ. ഇതാണ്ടോ, ഇത് പിന്നെ ബൂട്ട് GL-ൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്തതാണ്. ഇത് നിങ്ങൾ കാണിക്കാനുള്ളത് ഇതാണ്. ഇതാണ്ടോ, AMG-ൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, GL63 കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണക്കാരൊരാൾക്ക് കണ്ടത് GL
അതെ നോർമൽ GL ആണെന്ന് കരുതില്ല, അറിയില്ല. കാരണം ഇതൊന്നും നോർമൽ GL വരില്ല. ഈ സ്കേർട്ടിംഗ് ഒക്കെ എന്താണ്, ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ, മറ്റേ ഈ ആർച്ച് ഒക്കെ മാറ്റം, ഒക്കെ അഡീഷണൽ മാറ്റം. പിന്നെ ഇതിൽ 2-3 ആൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ ബോണറ്റിൽ പൊന്തി നിൽക്കുന്ന ലോഗോ പഴയ മോഡലിൻ്റെ ആണെന്നും ഇതിൽ ഈ ലോഗോ ഒഴിവാക്കിയിട്ട് സാധാ ലോഗോ വെക്കണമെന്നും. പക്ഷേ ഞാൻ വിട്ടില്ല, എനിക്ക് ഈ ലോഗോണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏത് ലോഗോണ് ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോഴേ ആ ബെൻസിൻ്റെ ചിഹ്നം ഇവിടെ ഇങ്ങനെ കാണും, അതിങ്ങനെ കണ്ടു ഓടിക്കാം അല്ലേ, അടിപൊളിയാണ്. എനിക്കിതാണ് ഇഷ്ടം. ഈ സാധാ ലോഗോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ. കാരണം പുതിയ GLSലൊക്കെ വരുന്നത് എന്താണ് ഈ ലോഗോ. ഇതിന് എഞ്ചിൻ റൂമാണ് ഞങ്ങൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ, നല്ല വൃത്തിയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ V6 എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കാണാനുണ്ട്. അതായത് ഈ പ്രാഡോൻ്റെയിലേറെ ഓടിക്ക ഒന്നും പാടെ പവർ ഇതുണ്ടാവും കേട്ടോ എഞ്ചിൻ. കാരണം ഇത് V6 എഞ്ചിനാണ്, 6 സിലിണ്ടറാണ് വരിക. പ്രാഡോക്ക് വരുമ്പോൾ 4 സിലിണ്ടർ വരും. പക്ഷെ രണ്ട് മോഡാണ് ഓടിക്കാൻ അല്ലേ. ഇത് ഈ കയറി ഇരുന്ന് ഓടിക്കുമ്പോൾ ആ കംഫർട്ട്, ആ ലക്ഷറി, ആ ഫീലിലാണ് പോവാം. അതില്ലേ അത് എന്താ വെച്ചാൽ ഒരു റഫ് സാധനം, നമുക്ക് എയിലാണ് പോവാന്നുള്ള ഒരു ഫീൽ. എനിക്ക് ഏറ്റവും ഈ ഡ്രൈവിംഗ് സീറ്റിലുള്ള ഇരുത്തം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം ആ ഡോർ പേഡിലൊക്കെ കൈ വെച്ച് അടിപൊളിയായിട്ട്. രണ്ടും ശരിക്കും ഇപ്പൊ പുതിയ വണ്ടിക്ക് നോക്കുകയാണെങ്കിൽ ഒരേ റേറ്റാ അല്ലേ. പ്രാഡോക്ക് കുറച്ചും കൂടെ കൂടും. 1.25 കോടി രൂപ വരും അല്ലേ. 1.25 കോടി രൂപ മേലെ വരുന്നുണ്ട്. ഇതിൽ വരുന്നുണ്ട് GLSന് പുതിയ മോഡലിന് 1,68,00,000 ലക്ഷം വരുന്നുണ്ട്. ഏകദേശം സെയിം കാറ്റഗറിയാണ്. പിന്നെ വേറെ പ്രത്യേകത ഉണ്ട്, ഇരുമ്പി നമ്മൾ നല്ല പൈസ ലാക്കിയാണ്. 360 ക്യാമറ, 360 ഡിഗ്രി ക്യാമറ. ഡൽഹിക്ക് പോയപ്പോ പുതിയ ടയർ, ടയർ മാറാനായിട്ടുണ്ടായില്ല. എന്നിട്ട് നമ്മൾ ഡൽഹിക്ക് പോയപ്പോ പുതിയ ടയർ കൊണ്ട് ഏകദേശം അന്ന് കിട്ടുന്നതിൽ ഏറ്റവും നല്ല നമുക്ക് ഗ്യാരണ്ടിയിൽ പറ്റിയ ടയർ നമ്മൾ നിട്ടാണ്. 4 ടയറും പുതിയത് മാറി. പക്ഷെ ഇപ്പോഴൊന്നും ആയിട്ടില്ല. ഏകദേശം 10,000 കിലോമീറ്റർ. 10,000 അല്ല, നമ്മൾ ഏകദേശം ഒരു 15,000 മേലെ 15,000 കിലോമീറ്റർ വണ്ടി നമ്മൾ ഓടി. രണ്ടാമത്തെ സർവീസ് ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ. ഇതാണ്ടോ ടയറൊന്നും അനങ്ങിയിട്ടില്ല, ഇപ്പോഴും അതേ കണ്ടീഷനിൽ തന്നെ ഉണ്ട്. ഇനി ഈ വണ്ടിയില്ലേ, ഈ വണ്ടിന്റെ കിറ്റ് ഇപ്പൊ ഞങ്ങളടുത്ത് എത്തി. നേരെ വണ്ടി എടുത്ത് ആക്സറീസ് പോയാൽ കിറ്റ് കാണിച്ചാൽ കംപ്ലീറ്റ് പുതിയ ബോണറ്റ്, 2 ഹെഡ്ലൈറ്റ്, സൈഡ് മഡ്ഗാർഡ്, ഫ്രണ്ട് ബമ്പർ, ഗ്രില്ല്, ബാക്ക് ബമ്പർ, ബാക്ക് ടൈൽ ലാമ്പ്, കാര്യങ്ങളൊക്കെ കിറ്റ് വന്നു. സ്റ്റിയറിങ് GR-ന്റെ സ്റ്റിയറിങ്, അതേപോലെ നമുക്ക് ഇന്റീരിയർ പാർട്സുകളൊക്കെ വന്നു. ഇത് മാറ്റി കഴിഞ്ഞ ഈ വണ്ടി ഏത് മോഡലാണ് കണ്ടാ തോന്നുക? 2022 മോഡൽ 2022 വണ്ടിന്റെ ലുക്ക് ഇവിടെ മാറ്റും. ഈ സൈഡിൽ ഇത് മാറിയിട്ട് വരുന്ന ലുക്ക് കാണിക്കാം, ഇപ്പൊ ഒരു ഫോട്ടോ കാണിക്കാം. അതേപോലെ നമ്മൾ ചെയ്യും അല്ലേ. അപ്പൊ അതേപോലെ ഞങ്ങൾ മാറ്റാൻ പോവാണ്. കിറ്റ് എത്തിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അതിനുള്ള താമസമാണ് വന്നത് അല്ലേ. അപ്പൊ ഈ 2 വണ്ടിയിൽ ഏത് വണ്ടിയെ കൊടുക്കാന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അതായത് ഈ 2 വണ്ടിക്ക് ഞങ്ങൾക്ക് എൻക്വയറി വരും അല്ലേ. ശരിക്കും ഇതിന്റെ അടുത്ത് ഈ വണ്ടി കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, ആ ബെൻസ് GL കൊടുക്കണ്ടോ, ലാൻഡ് ക്രൂസർ പ്രാഡോ കൊടുക്കുന്നുണ്ടോ ചോദിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇത് പറയാൻ പോകുന്നത് ഈ 2 വണ്ടി നമ്മൾ കൊടുക്കാൻ പോകുന്നു. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. എന്ത് അല്ലല്ല, ഒരു മാരക സാധനം വരുന്നുണ്ട്. ഞങ്ങളെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്നേ വരെ ഒരു വണ്ടിയിലും ഫിനാൻസോ അടവോ പരിപാടികളോ ഒന്നുമില്ല. ഇന്ന് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിറവേറുന്നുണ്ട്, പറിച്ചാൻ സാധിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു കച്ചവടക്കാരനാണ്, ഒരു സംരംഭകനാണ്. അല്ലാതെ വണ്ടി അതിലുപരി വണ്ടി പ്രാന്തനുമാണ് അല്ലേ. വണ്ടി അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാം ഒരുമിച്ച് പോകണം. ഇത് ഇനിയിപ്പോൾ എനിക്ക് പ്രാഡോ ഉപയോഗിക്കാൻ ബുദ്ധിയുണ്ടോ? ഇനി നമുക്ക് എടുക്കാലോ. അപ്പോൾ എന്താ വെച്ചാൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ 2 വണ്ടി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഇത് ഏതായാലും കുട്ടപ്പനായി നിൽക്കുകയാണെങ്കിൽ ഞാൻ അത് ഓടിയാണ്ട് ഇതിമേ ചളിയും പൊടി ആക്കണില്ല, ഇതും കൊടുക്കാം. ഇത് ഏതായാലും നേരെ ഫേസ് ലിഫ്റ്റിന് കയറ്റാണ്. ഈ ഒരാഴ്ചയിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അടിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ വൈറ്റിൽ തന്നെ ചെയ്യാം അല്ലേ. പുതിയ മോഡൽ തന്നെ വൈറ്റ് അടിക്കും. ഇതിൽ കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായം കുറേ ഉണ്ട്. അന്താനൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഈ 1 നമ്പർ കിട്ടാൻ നല്ല പണിയില്ല. ഒന്നാമത് ഇങ്ങനത്തെ നമുക്ക് ഇത്ര പണി കഴിച്ചോണ്ട് ഒരു സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുത്ത് നമ്മൾ ചെയ്ത് കൂളിംഗ് ഫിലിം വരെ ഒട്ടിച്ചിട്ടുണ്ട്. അതിന് ഫൈനാൻസ് കിട്ടും കേട്ടോ. ഇൻഷുറൻസ് പുതിയത് 25 ലക്ഷം രൂപ DBL ഇൻഷുറൻസ് ഒരു 2 വീക്സ് ആയിട്ട് എടുത്തിട്ട്. അപ്പോൾ എടുക്കുന്ന ആൾക്കാർക്ക് ഒന്നും നോക്കണ്ട. 2ന്റെ വിലയും പറഞ്ഞുതരാം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വണ്ടി നമുക്ക് എന്ത് ചെയ്യാനോ, ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടില്ല മൊത്തം ക്ലിയർ ആക്കി. ഇനിയിപ്പോൾ ആരെടുക്കുകയാണെങ്കിലും ഇപ്പോൾ ഇതൊരു ഒറിജിനൽ ഷേപ്പിലാണ് നിൽക്കുന്നത്. ഈ സ്കേർട്ടിങ് ഞങ്ങൾ അന്ന് ഡൽഹിക്ക് പോയപ്പോൾ അഡീഷണൽ ചെയ്തതാണ്. ബാക്കിയൊക്കെ ഒറിജിനൽ സ്പെയർ പാർട്സ് ആണ് ഈ വണ്ടിമുള്ളത് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് ലിഫ്റ്റ് ചെയ്ത് 2022 വരുന്ന ഷേപ്പിലോട്ട് മാറ്റി കുട്ടപ്പനാക്കിയിട്ട് നിങ്ങൾക്ക് തരും. അതായത് 5 വർഷത്തിന് പുതിയ പേപ്പറിൽ. അപ്പോൾ ഇനി അതും പേടിക്കണ്ട. ഇത് 2010 മോഡലാണ്.
അപ്പോൾ 5 വർഷത്തിന് റിന്യൂവലും ടാക്സും കാര്യങ്ങളും ഇൻഷുറൻസൊക്കെ അടച്ച് അത് തരും. പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുള്ളൊരു വില എന്ന് പറഞ്ഞാൽ ഒരു 35 ലക്ഷം രൂപക്ക് അല്ലേ, കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ട് കുട്ടപ്പനാക്കി സൈഡിൽ ഫോട്ടോ കാണിച്ചാൽ കേട്ടോ, ആ ഫോട്ടോ പോലെ ഉണ്ടാക്കി. വണ്ടി ഇത് 2010 വണ്ടിയാണെന്നില്ല, ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കാതെ ആർക്കും പറയാൻ കഴിയില്ല, ഓട്ടിയാലും പറയാൻ പറ്റില്ല, അത്രയും കണ്ടീഷൻ ആക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്തോളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലും ചെയ്തുതരാം അല്ലേ. ഇനി അഥവാ ഇതൊരു 10 ദിവസം കൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് നമ്മളെ തന്നെ ഒരു 2 കൊല്ലം പാടെ കാണാം അല്ലേ. അതേപോലെ തന്നെ ഇതിന്റെ വില ഫൈനൽ പ്രൈസാണ്, യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. 29 ലക്ഷം രൂപക്ക് ഫൈനൽ തരാൻ പറ്റും അല്ലേ. ഇത് ശരിക്ക് ഈ ഇത്ര പൈസ ചെലവാക്കിയ കണക്കൂട്ടിക്കോളിട്ടോ അല്ലേ. എത്ര വില വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. തീർച്ചയായിട്ടും ഇത് എടുക്കുന്ന ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ കപ്പാസിറ്റി ഉള്ളവർ മാത്രം എടുത്താൽ മതി അല്ലേ. നമ്മൾ ഇത്രയൊക്കെ ചെയ്തു പറയുകയാണെങ്കിലും ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത സർവീസ് ഇത്ര വരില്ലെങ്കിൽ എന്തായാലും ഒരു നോർമൽ സർവീസിന് അത്യാവശ്യം 50 രൂപന്റെ ഒക്കെ അടുത്ത് എന്തായാലും 1 ലക്ഷം ഒക്കെ കൂട്ടി സർവീസിന് നല്ല പൈസ വരും. നിങ്ങൾക്ക് ഒരു 5-6 മാസത്തിന് ഞങ്ങൾ ഗ്യാരണ്ടി വാറണ്ടി തരാം. ഈ എടുത്ത വർക്കുകളൊക്കെ അടിപൊളിയാണ്. പിന്നെ ടയറും എന്താ തേയ്മാനം വരുമ്പോൾ മാറ്റേണ്ടി വരും. നിലവിൽ പുതിയതിപ്പോ തന്നെ ഒരു 1000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ നിങ്ങളിപ്പോ ഈ 30 ലക്ഷത്തിന് എടുക്കുമ്പോൾ 1 കോടി റുപ്യന്റെ വണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല മൈൻഡ് നിങ്ങളിത് വേണം. ഇവനെ പിന്നെ വല്ലാതെ പേടിക്കണ്ട. അപ്പൊ നമ്മൾ എടുത്തിട്ട് ഇതിന്റെ വലിയൊരു മെയിൻ്റെനൻസ് കോസ്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 2 ലക്ഷം കഴിഞ്ഞിട്ട് നമ്മൾ ഗിയർ ഓയിൽ സർവീസ് കാര്യങ്ങൾ ചെയ്തു, ബ്രേക്ക് പാഡുകൾ മാറി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്തു. പിന്നെ സസ്പെൻഷന്റെ ബുഷാളും കാര്യങ്ങളൊക്കെ നിലവിൽ 2 ബുഷാൾ മാറാണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും മാറി തരും. അപ്പൊ തീർച്ചയായിട്ടും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ അല്ലേ. അപ്പൊ നേരത്തെ അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും നിങ്ങൾ ഉപയോഗിക്കണ വണ്ടികൾ എന്തിനാ കൊടുക്കണത്. ഇന്നേ വരെ ഞങ്ങൾ കൊടുക്കാത്തൊരു വണ്ടിയില്ല. ഇനിയിപ്പോൾ ഞാൻ അടുത്ത വണ്ടി ചിലപ്പോൾ നാളെ തന്നെ വണ്ടിയിട്ട് വരും, അത് ചിലപ്പോൾ ഒരു 5-6 മാസം കൊടുക്കൂല, നമ്മളത് ഉപയോഗിക്കും പിന്നെ നമ്മൾ കൊടുക്കും. അതേ നമുക്ക് ഓരോ വണ്ടിയിലും ഓരോ ഇഷ്ടങ്ങളാണ്, അത് കഴിഞ്ഞിട്ട് കൊടുക്കും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട അടുത്തൊരു ഓപ്ഷനക്ക് മാറാമല്ലോ. അതേപോലെ തന്നെയാണ് എല്ലാ വണ്ടികളും അല്ലേ. ഏതൊരു വണ്ടി ഒരാളെടുത്താലും അപ്ഡേഷൻ വരും. നെക്സ്റ്റ് വണ്ടിയിലോട്ട് പിന്നെ മാറാൻ ആഗ്രഹം ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു അടുത്തൊരു മുതൽ വരുന്നുണ്ട്, അത് ചിലപ്പോൾ നമ്മൾ കുറച്ച് ഉപയോഗിക്കും, നമ്മൾ അടുത്ത് കൊടുക്കും. അതേ രീതി നമ്മൾ ഉപയോഗിച്ച് വണ്ടി മോശപ്പെട്ടുകൊണ്ട് കൊടുക്കാന്നല്ല കേട്ടോ അതിനർത്ഥം. വേറെ കാര്യം അവിടെ പറഞ്ഞുതരാം, നമ്മൾ ഉപയോഗിച്ച വണ്ടിയാണല്ലോ, അപ്പോൾ തീരെ ഇത് മോശമാകാൻ പറ്റില്ല അല്ലേ. നിങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഷോറൂമിൽ എവിടെയും കൊണ്ട് ചെക്ക് ചെയ്യില്ല, നിങ്ങൾക്ക് 2 ദിവസം 3 ദിവസം ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ തരാം അല്ലേ. പ്രീമിയം വണ്ടിക്കാട്ടെ തരുന്നത് ഇത്രയും മോഡൽ പറഞ്ഞ വണ്ടിക്ക്. ഇതിനെപ്പറ്റി പിന്നെ നിങ്ങൾ ചിന്തിക്കണ്ട. പിന്നെ ഇത് ടൊയോട്ട ആയതുകൊണ്ടേ എപ്പോഴും പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടും, ഡെയിലി എങ്ങനെ ഉപയോഗിക്കാം. ഇത് ഓടിച്ചിട്ട് റിവ്യൂ ഒന്നും ഇപ്പം നമ്മൾ പറയുന്നില്ല, പറയണോ അല്ലേ. ബാംഗ്ലൂർക്ക് ഡൽഹി പോയപ്പോ തന്നെ അന്ന് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ GL-ന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മളിലുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ ബ്ലാക്ക് തീമിലാണ് ഇപ്പൊ ഇന്റീരിയർ കിടക്കുന്നത്. സീറ്റ് കവർ മാറ്റണം, സീറ്റ് കവർ ഞങ്ങൾ പുതിയത് ചെയ്യും. അതൊക്കെ ഇപ്പൊ ഈ ആഴ്ചയിനുള്ളിൽ ബുക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഓല മൈൻഡിക്ക് അനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. കളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ GL-ന്റെ പിന്നെ എന്താ വെച്ചാൽ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പോളിഷിംഗ് കൂടെ ചെയ്യാൻ പെൻഡിങ്ങിൽ ബാക്കിയില്ല, നേരെ വണ്ടി എടുത്ത് ഓടുക ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നേരെ നമുക്ക് ആക്സറീസിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് കിറ്റുകളൊന്ന് കാണിച്ചു കൊടുക്കും. ഇതിന്റെ എന്തൊക്കെയാണ് അല്ലേ വേണ്ട കിറ്റ് ഇതിൽ വീഡിയോയിൽ കാണിച്ചു കൊടുക്കും അല്ലേ. ഓഫാക്ക്. അതായത് ഇതിന്റെ കിറ്റുകൾ മാറുന്ന പറഞ്ഞാൽ ഹെഡ്ലൈറ്റ്, ബോണറ്റ്, ബമ്പർ, സൈഡ് മഡ് ഗാർഡ്, ബാക്ക് ബമ്പർ, ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ മാറും. ആ കിറ്റുകളൊക്കെ കാണിക്കട്ടോ ആക്സറീസിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 2 വണ്ടികളെ പരിചയപ്പെടുത്തിയതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം, അധികം വൈകാതെ കാണാം. നമ്മൾ അടുത്തൊരു സംഭവം വരുന്നുണ്ട്, അത് നിങ്ങളെ പരിചയപ്പെടുത്താം അല്ലേ. കമ്മിങ് സൂണാണ്. അപ്പോൾ തീർച്ചയായിട്ടേ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന നല്ല അത് വണ്ടിപ്രാന്തന്മാർക്ക് തന്നെ കിട്ടട്ടെ. ആ വണ്ടിപ്രാന്തന്മാർക്ക് പറ്റിയ 2 കാറ്റഗറി സാധനമാണ് അല്ലേ. ഇനിയിപ്പോൾ സാധാ ഒരു GL എടുക്കണവർക്ക് ഒരു സാധാ GL എടുക്കണ്ട, ആ GL ആഗ്രഹിക്കുന്നവർക്ക് AMGൻ്റെ കിറ്റില്ലേ, ഫാൻസി നമ്പറില്ലേ, ഫുൾ സർവീസ് എടുത്തൊരു വണ്ടി നിങ്ങൾക്ക് കിട്ടും. അതേപോലെ പ്രാഡ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ ഏറ്റവും ന്യൂ ഷേപ്പായി ഫാൻസി നമ്പറിൽ ഒരു അടിപൊളി വണ്ടി. പ്രാഡൊക്കെ നമ്മുടെ നാട്ടിൽ ഒറിജിനൽ കേരള വണ്ടികൾ വളരെ റയറാണ്, പ്രത്യേകിച്ച് ഈ ഷേപ്പ്. ഇതിന്റെ മുന്നല്ല ഷേപ്പ് ഉണ്ട് കേട്ടോ, 2007-8 വരുന്നത്, 8 മാറുന്നത് 7-6 വരുന്ന വണ്ടിക്ക് ലേസം മാർക്കറ്റ് കമ്മിയാണ്. അതിൽ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ, ഇത് ഡീസൽ എഞ്ചിനാണ്, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.